കണ്ടീഷണൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാമിൽ കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ സ്റ്റേറ്റ്മെന്റ്സ് എല്ലായ്പ്പോഴും എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രം ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനാണ് നമ്മൾ ഇഫ് ഉപയോഗിക്കുക. ഇഫ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ മാത്രം ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനുപയോഗിക്കുന്നതാണ് ഇഫ്. ഇതിന്റെ സിൻടാക്സ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഇഫ് എന്ന് എഴുതുക, എന്നിട്ട് ഏത് കണ്ടീഷനാണോ ചെക്ക് ചെയ്യേണ്ടത് ആ കണ്ടീഷൻ എഴുതുക, എന്നിട്ടൊരു കോളൻ ഇടണം. കോളൻ ഉണ്ട് അതിന് തൊട്ട് താഴെ ഏത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതൊക്കെ അതിന് താഴെ എഴുതണം. എന്നിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട കമാൻഡ്സ് എൽസ് എന്ന് എഴുതിയിട്ട് ഒരു കോളൻ ഇട്ട് അതിന് താഴെ എഴുതുക. ഇങ്ങനെയാണ് ഈ ഇഫ് എൽസ് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത്. അതിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഇഫ് എഴുതുക, കണ്ടീഷൻ കോളൻ, അതിന് താഴെ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ്, അതിന് തൊട്ട് താഴെ എൽസ് കോളൻ ഇട്ടിട്ട് ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ്. ഇതാണ് ഇതിന്റെ സിൻടാക്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ കോളൻ ആണ്. കോളൻ ഇടാൻ മറക്കരുത്. ഇഫിന് വലിയ ഇതിന്റെ ഫ്ലോ ചാർട്ടാണ് ഇത്. ഫ്ലോ ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ഫസ്റ്റ് ലൈനിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡർ, ഏത് ഓർഡറിലാണ് ഓരോ കമാൻഡും എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുക. ഈ ഇഫ് എൽസിന്റെ ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, സെക്കൻഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വന്നിട്ട് ഇഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇഫിന്റെ ആ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് അതിനെയാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ട് ട്രൂ ആണെങ്കിൽ ഇഫിനുള്ളിലെ ഈ സ്റ്റേറ്റ്മെന്റ്സ് 1 എന്ന് എഴുതിയിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ ആണെങ്കിൽ. ഫോൾസ് ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യും? ഈ സ്റ്റേറ്റ്മെന്റ്സ് 2 എന്ന് എഴുതിയിരിക്കുന്നത് ഇത് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇഫിന് പുറത്ത് വരും, പിന്നെ എൽസ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യില്ല, സ്റ്റേറ്റ്മെന്റ് 2 മാത്രം എക്സിക്യൂട്ട് ചെയ്യും. അത് സ്റ്റേറ്റ്മെന്റ്സ് 2 എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ തൊട്ട് താഴെയുള്ള ഇഫ് കണ്ടീഷന് താഴെയുള്ള അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇതിന്റെ ഫ്ലോ ചാർട്ട്. എക്സ്പ്രഷൻ അത് റൺ ചെയ്യും, അത് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ ഇഫിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് 1 എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ എൽസിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് 2 എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ പ്രോഗ്രാം റൺ ചെയ്യുന്ന ഓർഡർ. ആ ഓർഡറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫ്ലോ ചാർട്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്കിയുള്ള പ്രോഗ്രാം ഇപ്പോൾ സിയിലും C++ലും ആണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇഫ് കൊടുക്കും, കണ്ടീഷൻ കൊടുത്തിട്ട് അതിന് തൊട്ട് താഴെ സ്റ്റേറ്റ്മെന്റ്സ് 1 എഴുതുന്നത് ഒരു ബ്രാക്കറ്റിനുള്ളിലായിരിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഇഫിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് 1 ആണ്, ആ സ്റ്റേറ്റ്മെന്റ് 1 എവിടെയാണ് തുടങ്ങുന്നത് എവിടെയാണ് അവസാനിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. അതിനാണ് ഈ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. പക്ഷെ പൈത്തണിൽ ബ്രാക്കറ്റ് ഇല്ല. അതിന് പകരം പൈത്തണിന് ബ്രാക്കറ്റിന് പകരം ഇൻഡന്റേഷൻ ആണ് കൊടുക്കുന്നത്. ഇൻഡന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഒരു ഇഫ് നം ഗ്രേറ്റർ ദാൻ 0 കോളൻ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇഫിനുള്ളിലെ ഈ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഇതാണ്, പ്രിന്റ് നം കോമ ഇൻവേർട്ടഡ് കോമയിൽ ഈസ് എ പോസിറ്റീവ് നമ്പർ. ഇപ്പൊ ഇൻഡന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫിന് തൊട്ട് താഴെ അല്ല ഇത് എഴുതിയിരിക്കുന്നത്, ഇവിടെ ഒരു സ്പേസ് വിട്ടിട്ടുണ്ട്, ഇത്ര സ്പേസ്. ആ സ്പേസിനെയാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൈത്തണില് ബ്രാക്കറ്റിന് പകരം ഇഫിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് സ്പേസ് വിടും. ഈ സ്പേസിനെയാണ് ഇൻഡന്റേഷൻ എന്ന് പറയുക. ഈ സ്പേസ് ഇപ്പൊ അതിന് നെക്സ്റ്റ് ലൈനിൽ ഇവിടെ സ്പേസ് ഇല്ല. അതിന്റെ അർത്ഥം എന്താ? ഈ സ്റ്റേറ്റ്മെന്റ്സ്
ഇഫിന് പുറത്താണ്. ഇഫിന് ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സിന് നമ്മളിവിടെ സ്പേസ് ഇടും. ഇത്ര സ്പേസ് ഒരു ഗ്യാപ്പ് ഇടും. ആ ഗ്യാപ്പ് ഇടുന്നതിനെയാണ് ഇൻഡന്റേഷൻ എന്ന് പറയാം. ആ ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ അതിനർത്ഥം അത് ഇഫിന് പുറത്താണെന്നാണ്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് മനസ്സിലായോ ഇൻഡന്റേഷന്റെ കാര്യം? എത്ര സ്പേസ് വിടണം സാറേ? എത്ര സ്പേസ് വേണമെങ്കിലും നമുക്ക് വിടാം. അത് ഒരു സ്പേസ് ആയിരിക്കും. ഒരു സ്പേസ് വിട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആദ്യം ഒരു സ്പേസ് ആണ് നമ്മൾ വിടുന്നതെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഒരു സ്പേസ് തന്നെ കൃത്യമായിട്ട് വിടണം. അപ്പോൾ അതിനുള്ളിലുള്ളതെല്ലാം ഇഫിനുള്ളിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ലൈന് എത്ര സ്പേസ് ആണ് വിടുന്നത് അത് തന്നെ തൊട്ട് താഴെയുള്ള ലൈൻസ് എല്ലാം അതേ സ്പേസ് തന്നെ വിടണം. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഈ കോളൻ അടിച്ചിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എൻ്റർ അടിച്ചു കഴിയുമ്പോൾ ഈ കോളൻ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിയുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ഒരു സ്പേസ് വിട്ടിട്ടാണ് അവിടെ അത് വരിക, കേഴ്സർ വരുന്നത്. അങ്ങനെ കേഴ്സർ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കീബോർഡിലെ ടാബ് എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്, ടാബ് അടിക്കുക. ടാബ് അടിക്കുമ്പോൾ ഒരു 5 or 6 സ്പേസ് ഒരുമിച്ച് കിട്ടും. ഇത് പ്രോഗ്രാമിൽ എപ്പോഴും ഉണ്ടാകുന്ന എററാണ് ഈ ഇൻഡന്റേഷൻ എറർ. നമ്മൾ ഇപ്പം ഇവിടെ ഇഫിനുള്ളിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തു, പിന്നെ നെക്സ്റ്റ് ലൈൻ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറിപ്പോൾ ഒരു സ്പേസ് ചിലപ്പോൾ പുറത്തേക്കായിരിക്കും. ഇങ്ങനെയായിരിക്കും അടുത്ത ലൈൻ ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് റൺ ചെയ്ത് കഴിയുമ്പോൾ ഇൻഡന്റേഷൻ എറർ എന്ന് കാണിക്കും. അതായത് തൊട്ട് മുകളിലുള്ള ലൈനിൻ്റെ അത്രയും സ്പേസ് അല്ല അതിൻ്റെ തൊട്ട് താഴെയുള്ള ലൈനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാം സെയിം ആയിട്ടുള്ള സ്പേസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാബ് എല്ലാ ലൈൻ തുടങ്ങുമ്പോഴും നമ്മൾ അമർത്തും. ആദ്യത്തെ ലൈനിൽ ഒരു ടാബ് അടിക്കും, രണ്ടാമത്തെ ലൈനിൽ ഒരു ടാബ് അടിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഒരേ നമ്പർ ഓഫ് സ്പേസസ് നമുക്ക് കിട്ടും. സാധാരണ നമുക്കിങ്ങനെ സ്പേസസ് മാനുവലി ഇടേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാരണം നമ്മളിവിടെ ഇഫ് ടൈപ്പ് ചെയ്ത് കോളൻ ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഒരു നിശ്ചിത സ്പേസ് ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും അവിടെയാണ് കേഴ്സർ ഓട്ടോമാറ്റിക്കലി വരിക. അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മൾ ടാബ് അടിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് മനസ്സിലായില്ലേ ഇൻഡന്റേഷൻ? അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഇത് ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ആ നമ്പർ പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണിത്. ഏത് നമ്പർ വേണമെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കുന്നു, അത് പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. പോസിറ്റീവ് ആണെങ്കിൽ ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ, അല്ലെങ്കിൽ നമ്പർ ഈസ് എ പോസിറ്റീവ് നമ്പർ. ഏത് നമ്പറാണ് ഇപ്പോൾ 5 ആണ് അടിച്ചു കൊടുക്കുന്നതെങ്കിൽ 5 ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ 5 അല്ല, നമ്മൾ -5 ആണ് കൊടുക്കുന്നതെങ്കിൽ -5 ഈസ് നോട്ട് എ പോസിറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഈ ഫസ്റ്റ് കേസിൽ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നോട്ട് എ പോസിറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കില്ല. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ മാത്രമേ പ്രിന്റ് ചെയ്ത് കാണിക്കത്തുള്ളൂ. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എൻ്റർ എ നമ്പർ എന്ന് കാണിക്കും. അവിടെ നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ 5 ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. റൺ ചെയ്യുന്നു. ആദ്യം മുതൽ അത് എഴുതാം. ഒരു നമ്പർ നമുക്ക് എൻ്റർ ചെയ്യണം. അതിന് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്ത് നം ഈക്വൽ ടു നമ്മൾ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു.
ഇൻപുട്ട് എടുക്കാനുള്ള ഇത് എഴുതുന്നു ഫംഗ്ഷൻ. അതിനുള്ളിൽ ഇൻവേർട്ടഡ് കോമയിൽ നമ്മൾ എൻ്റർ എ നമ്പർ എന്ന് കൊടുക്കുന്നു. എൻ്റർ എ നമ്പർ കൊടുക്കുന്നു. നമ്പർ ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു. ഇഫ് NUM ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 കോളൻ എൻ്റർ അടിക്കുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി കഴ്സർ കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നിട്ട് നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് വേണ്ട എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് അവിടെ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ട എന്താ, നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പ്രിന്റ് നമ്പർ ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് കാണിക്കണം. ഇവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. പ്രിന്റ് ഇതിന് മുന്നേ നമ്പറിന് ആദ്യം കൊടുക്കണം. NUM കോമ ഈസ് എ പോസിറ്റീവ് നമ്പർ ഇങ്ങനെ കൊടുക്കുക. ഇവിടെ ചെയ്യുന്നത് ആദ്യം ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. അത് നം എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അത് ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. എൻ്റർ എ നമ്പർ. അപ്പോൾ നമുക്കൊരു 6 എന്ന് കൊടുക്കുന്നു. അത് റൺ ചെയ്യുന്നു. എന്തോ പ്രശ്നമുണ്ടല്ലോ. അവിടെ സ്പേസ് വേണമായിരുന്നു. ഈ ഗ്രേറ്റർ ദാനിന് രണ്ട് സൈഡിലും സ്പേസ് വേണമായിരുന്നു. അപ്പോൾ കണ്ടില്ല, എൻ്റർ എ നമ്പർ 6 എന്ന് കൊടുത്തു. 6 ഇസ് എ പോസിറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്തു. ഇത് ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ 6.0 എന്ന് കാണിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ റൺ ചെയ്യാം. റൺ ചെയ്തിട്ട് ഒരു നെഗറ്റീവ് നമ്പർ കൊടുക്കാം. -8 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഒന്നും പ്രിന്റ് ചെയ്യില്ല. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്യും. പോസിറ്റീവ് നമ്പർ ആണെന്ന് പ്രിന്റ് ചെയ്യും. നെഗറ്റീവ് നമ്പറോ 0 ആണെങ്കിൽ ഒന്ന് പ്രിന്റ് ചെയ്യും. അതാണ് സിമ്പിളായിട്ട് ഇഫ് കൊടുക്കുക. ഇനി ഇഫും എൽസും ഉപയോഗിക്കാൻ പറ്റും. ഇഫ് എൽസ് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ഒരു നമ്പർ നമുക്ക് ഇൻപുട്ടായിട്ട് എടുക്കുക. എന്നിട്ട് ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ പ്രിന്റ് പോസിറ്റീവ് ഓർ 0 എന്ന് കിട്ടും. എൽസ് നെഗറ്റീവ് നമ്പർ എന്ന് കിട്ടും. ഇഫ് എൽസ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ എൽസിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഒരു നമ്പർ -9 കൊടുക്കുന്നു. എൻ്റർ അടിക്കുന്നു. -9 കൊടുക്കുന്നു.
എൻ്റർ അടിക്കുന്നു. അപ്പോൾ നെഗറ്റീവ് നമ്പർ എന്ന് കിട്ടി. ഇനി നമുക്ക് 0 ടൈപ്പ് ചെയ്ത് നോക്കാം. 0 എൻ്റർ അടിക്കുന്നു. പോസിറ്റീവ് ഓർ 0 എന്ന് കിട്ടും. അപ്പോൾ പോസിറ്റീവ് ആണോ 0 ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് ഇഫ് നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഗ്രേറ്റർ ദാനോ 0 ആണെങ്കിൽ പ്രിന്റ് പോസിറ്റീവ് ഓർ 0 എന്ന് കൊടുക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ എന്ന് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് കണ്ടീഷൻ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് എന്ന് പ്രിന്റ് ചെയ്യും, പോസിറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും. അങ്ങനെയും കൊടുക്കാം. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും, 0 ആണെങ്കിൽ ഒന്നും പ്രിന്റ് ചെയ്യില്ല. 0 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ഒരു പ്രശ്നം, നമ്മൾ ഈ കണ്ടീഷൻ ഇഫ് എൽസ് ഉപയോഗിക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും. അപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ ഫോൾസ് ആണല്ലോ. നം ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുത്തിട്ടുണ്ട്, ആ കണ്ടീഷൻ ഫോൾസ് ആണ് 0 കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോഴും നെഗറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരിടത്ത് നെഗറ്റീവ് ഒന്നെങ്കിൽ പോസിറ്റീവ് നമ്പർ ഓർ 0 എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ഓർ 0 എന്ന് കൊടുക്കണം. 0യെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇഫ് എൽസ് ഉപയോഗിച്ച് 0യെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ പോസിറ്റീവ് നമ്പർ ഓർ 0 എന്ന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ഓർ 0 എന്ന് കിട്ടുള്ളൂ. അപ്പോൾ 0യും കൂടെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഒരു കണ്ടീഷൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്തുള്ളൂ. അതിന് പകരം 2 കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 0യും കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇഫ് എൽസ് എൽസ് എന്ന കണ്ടീഷൻ. അതായത് ആദ്യം ഒരു ഇഫ് കൊടുത്തിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കും, എന്നിട്ട് അതിന് തൊട്ട് താഴെ അതിന്റെ സിന്റാക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇഫ് ഒരു കണ്ടീഷൻ കൊടുക്കും, കോളൻ കൊടുക്കും, അതിന് തൊട്ട് താഴെ അത് ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും. അത് ഫോൾസ് ആണെങ്കിൽ എൽസ് ഇഫിന്റെ നമ്മൾ കണ്ടീഷൻ ഇതിൻ്റെ അകത്ത് സിന്റാക്സ് ELIF എന്നാണ്. ഇത് വായിക്കുന്ന എൽസ് ഇഫ് എന്നാണ്. എൽസ് ഇഫ് അടുത്ത കണ്ടീഷൻ കൊടുക്കും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് അതിന് തൊട്ട് താഴെ കൊടുക്കും. അതും ഫോൾസ് ആണെങ്കിൽ നമുക്ക് വീണ്ടും എൽസ് ഇഫ് കൊടുക്കാം, വേറൊരു കണ്ടീഷൻ കൊടുക്കാം, അത് ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാം. അങ്ങനെ എത്ര എൽസ് ഇഫ് കണ്ടീഷൻസ് വേണമെങ്കിലും കൊടുക്കാം താഴോട്ട്. എന്നിട്ട് അതെല്ലാം ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് ഒരു എൽസ് കണ്ടീഷനായിട്ട് കൊടുക്കുക, എൽസ് ഒരു കോളിനേറ്റഡ് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ഇതിൽ ഉള്ള പ്രശ്നം, ഒന്ന് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അത് അതുപോലെ കാണിക്കും, പക്ഷെ 0യെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. 0 നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ഓർ 0 എന്ന് കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ഓർ 0 എന്ന് കാണിക്കേണ്ടി വരും. അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇഫ് എൽസ് ഉപയോഗിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, കോളൻ ഇടുന്നു, അത് ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്നു, പിന്നെ ഒരു എൽസ് ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു, അത് ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് അതിന് തൊട്ട് താഴെ കൊടുക്കുന്നു, അത് ഫോൾസ് ആണെങ്കിൽ അടുത്ത എൽസ് ഇഫ് കണ്ടീഷനിലേക്ക് പോകും, എന്നിട്ട് അതിന്റെ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ അതിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ അടുത്ത എൽസ് ഇഫ് കണ്ടീഷനിലേക്ക് പോകും. അങ്ങനെ എത്ര എൽസ് ഇഫ് കണ്ടീഷൻ വേണമെങ്കിലും താഴേക്ക് കൊടുക്കാം. അതെല്ലാം ഫോൾസ് ആണെങ്കിൽ എൽസ് കണ്ടീഷനിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതിന്റെ ഫ്ലോ ചാർട്ട് ഇവിടെ ഒന്ന് നോക്കാം. അതിന്റെ ഫ്ലോ ചാർട്ട് ഇങ്ങനെയാണ്. ആദ്യം ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ആ ഇഫ് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ ആ ഇഫ് സ്റ്റേറ്റ്മെന്റ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ അടുത്ത എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ അടുത്ത എൽസ് ഇഫ് കണ്ടീഷനിലേക്ക് പോകും. അങ്ങനെ ഏറ്റവും അവസാനം എല്ലാ എൽസ് ഇഫ് കണ്ടീഷനും ഫോൾസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൽസ് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇഫിന് തൊട്ട് പുറത്ത് വരും. ഇഫ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ ഫ്ലോ ചാർട്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഇഫ് എൽസില്
ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തൊട്ട് മുന്നേ എഴുതിയ പ്രോഗ്രാം ഒന്ന് മോഡിഫൈ ചെയ്യാം. 0 പ്രിന്റ് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇങ്ങനെ അത് മാറ്റാം. ഒരു നമ്പർ എൻ്റർ ചെയ്ത് ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് എന്ന് കൊടുക്കുന്നു, പോസിറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യുന്നു. എൽസ് ഇഫ് കണ്ടീഷൻ, അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നു, നമ്പർ ഈക്വൽ ടു 0 ആണെന്ന് നോക്കുന്നു. ഇവിടെ ഇത് രണ്ടും ലെഫ്റ്റ് സൈഡിലെ ക്വാണ്ടിറ്റിയും റൈറ്റ് സൈഡിലെ ക്വാണ്ടിറ്റിയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് ഈക്വൽ ടു ഉപയോഗിക്കണം. ഈക്വൽ ടു ഒരു ഈക്വൽ ടു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അസൈൻമെന്റ് ആണ്. അസൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ വാല്യൂ ലെഫ്റ്റ് സൈഡിലെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഇതൊരു കണ്ടീഷൻ ആയിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ഈക്വൽ ടു കൊടുക്കണം. ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആണെങ്കിൽ പ്രിന്റ് 0 എന്ന് കൊടുക്കുന്നു. ഈ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ എൽസിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യും. പ്രിന്റ് നെഗറ്റീവ് നമ്പർ. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ നമ്പർ, ആദ്യം 0 തന്നെ കൊടുക്കാം. എൻ്റർ 0 എന്ന് പ്രിന്റ് ചെയ്തു. പോസിറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും. നെഗറ്റീവ് നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇഫ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, സിമ്പിൾ ഇഫ് എൽസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. രണ്ട് കണ്ടീഷൻ ഉപയോഗിക്കണമെങ്കിൽ ഇഫ് എൽസ് ഉപയോഗിക്കാം. ഇത് ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ വേറൊരു ലിങ്ക് അയക്കാം.